ഒക്കെ കണ്ട് എല്ലാവരും ആനന്ദത്തിലാണ് എന്നെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഇവിടെ ഒരു ക്രിസ്മസ് മെസ്സേജിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമുക്കറിയാം, എക്യുമെനിക്കലായിട്ട് നമ്മളിവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്കൊക്കെയും അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ, വിചിന്തനം ചെയ്യുവാനൊക്കെ ലഭിക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ദയവായിട്ട് ക്ഷമിക്കുക. ദൈവവചനത്തെ നമുക്ക് വിചിന്തനം ചെയ്യാം. ചാമ്പ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് റവറൻഡ് ഫാദർ തോമസ് ചാക്കോ അച്ഛൻ, വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിവിധ ഇടവകളിലെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായ എക്യുമെനിക്കലിൻ്റെ ജനറൽ ബോഡി മെമ്പേഴ്സ്, ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചതായ പ്രിയപ്പെട്ടവർ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. ഒരു നിശാഗന്ധി പുഷ്പം നിലാവിൻ്റെ പൂമഴയിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ നിലാവ് നിശാഗന്ധിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പാതിരാവിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്? നീ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുവാൻ ആരും ഉണർന്നിരിപ്പില്ലല്ലോ. ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ രാവിൽ നീ പൂത്തുലഞ്ഞത്? നിശാഗന്ധി നിലാവിനോട് ഇങ്ങനെ പറഞ്ഞു, ആരെയും കാണിക്കുവാനല്ല ഞാൻ വിരിയുന്നത്, എന്നെ തന്നെ കാണിക്കയായി അർപ്പിക്കുവാൻ വേണ്ടിയാണ്. 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പാതിരാവിൽ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ജനിച്ചു വീണ കുഞ്ഞ് ഈ ലോകത്തോട്, നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, ഞാൻ വിരിയുന്നത് ആരെയും കാണിക്കുവാൻ വേണ്ടിയല്ല, സമസ്ത മാനവരാശിക്കും വേണ്ടി എന്നെ തന്നെ കാണിക്കയായി അർപ്പിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യനെ മർത്യതയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് നിത്യതയിലേക്ക് ഉയർത്തുവാൻ ഈ ലോകത്തിൽ അവതരിച്ച യേശു തമ്പുരാന്റെ ജനന പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ത്യാഗത്തിൻ്റെയും ഒരു വലിയ സമർപ്പണത്തിൻ്റെയും നേർചിത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിവിധ കഥാപാത്രങ്ങൾ, സാധാരണക്കാരായ ഒരു പറ്റം ആളുകൾ, അവരൊക്കെ ദൈവ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ ക്രിസ്തുമസ് എന്നുള്ളത് അസാധാരണങ്ങളുടെ ആഘോഷമായി മാറുകയാണ്. സാധാരണയായിട്ട് നമ്മളൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്രിസ്തുമസിന്റെ കാലയളവിലൊക്കെയും നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ മിന്നിമറയാറുണ്ട്. വിശുദ്ധ വചനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും തങ്ങളുടെ സമർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ പങ്കാളിത്തത്തിലൂടെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ നല്ല രീതിയിൽ അവിസ്മരണീയമാക്കി എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ കുറച്ചു മുമ്പേ വചനം വായിച്ചു കേട്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് ശ്രദ്ധേയമായ ഒരു സമർപ്പണം കാഴ്ചവെക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുപ്പിറവിയുടെ സന്ദേശം ദൈവദൂതനിൽ നിന്ന് പ്രഥമമായിട്ട് ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ ആട്ടിടയന്മാരുടെ സമൂഹം. അവരൊരു കൂട്ടമാണ്, നമ്മളെപ്പോലെ ഒരു കൂട്ടമാണ്. പക്ഷേ വിശുദ്ധ വചനത്തിൽ അവരുടെ ആരുടെയും പേരുകൾ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവിക അരുളപ്പാട് ലഭിച്ചതായ, അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടിനോട് അവർക്കുണ്ടായതായിട്ടുള്ള പ്രതികരണം, അത് വളരെയധികം ശ്രദ്ധേയമാണ്. ഈ ഒരു പ്രതികരണം നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ സാമൂഹിക ജീവിതത്തില് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. വളരെ ചുരുക്കമായിട്ട് ആ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്പമായി ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി, അവരുടെ ആ ഒരു ദൈവിക അരുളപ്പാടിനുള്ളതായ പ്രതികരണം
നമുക്ക് നൽകുന്നതായ സന്ദേശം, ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നൽകുന്നതായ സന്ദേശം എന്ന് പറയുന്നത് ആത്മീയതയിൽ അന്വേഷണത്തിന്റെ പ്രസക്തി വെളിവാക്കുന്നു എന്നുള്ളതാണ്. ആത്മീയതയിൽ അന്വേഷണത്തിന്റെ പ്രസക്തി അവിടെ വെളിവാക്കുന്നു. ഇറ്റ് റിവീൽസ് ദ റെലവൻസ് ഓഫ് എൻക്വയറി ഇൻ സ്പിരിച്വാലിറ്റി. ഇറ്റ് റിവീൽസ് ദ റെലവൻസ് ഓഫ് എൻക്വയറി ഇൻ സ്പിരിച്വാലിറ്റി. ദൈവിക അരുളപ്പാട് ലഭിച്ചതായ ആട്ടിടയന്മാര് നമ്മൾ കേട്ടു, അതിവേഗം ബെത്ലഹേമിലേക്ക് പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ആട്ടിടയന്മാർ അവർക്ക് ലഭിച്ചതായ ദൈവവചനം അന്വേഷിച്ച് അത് അനുഭവിച്ച് അറിയുവാനായിട്ട് ശ്രമിക്കുന്നു. അവരതൊരു ദൈവ നിയോഗമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്നു. ദൈവവചന ശ്രവണം അവരെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് ഒരു ആഹ്വാനം നൽകുകയാണ്. പലപ്പോഴും എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ലഭിക്കുന്നതായ ആഴമായ ഒരു അന്വേഷണം, ദൈവവചനത്തിന്റെ അന്വേഷണം, അത് നമ്മുടെ ആത്മീയ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ആട്ടിടയന്മാരുടെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ആട്ടിടയന്മാർ അവരുടെ അന്വേഷണം എവിടെ ചെന്നെത്തിയോ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ അന്വേഷണവും ചെന്നെത്തുവാനായിട്ട് ഇടയായിത്തീരണം. അവരുടെ അന്വേഷണം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്കും ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ഇടയാക്കിയത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരണം. ക്രിസ്തുവാകുന്ന ആ ദിവ്യ വെളിച്ചത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഇടയാകുമ്പോൾ നമ്മുടെ ഈ ക്രിസ്തുമസ് ആചരണം, നമ്മുടെ ഈ ക്രിസ്തുമസ് ആഘോഷം അർത്ഥവത്തായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡയമണ്ട് ധരിക്കുന്നവരാണ്. ഞങ്ങൾ അച്ഛന്മാരില്ല, പക്ഷെ നിങ്ങളൊക്കെ. അപ്പോൾ ഡയമണ്ട് ധരിക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡയമണ്ട് നോക്കിയാൽ നല്ല തിളക്കമാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയ ഒരു പ്രോസസ്സിലൂടെയാണ് അത് നമ്മുടെയൊക്കെ കയ്യിൽ ഇരിക്കുന്നതായ ആ രൂപത്തില്, ആ ഷേപ്പില്, ആ വിലയേറിയതും മനോഹരവും ആക്കി തീർക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ വചനത്തിന്റെ ചെത്തലുകളും മിനുക്കലുകളും അതൊക്കെയും എത്തിച്ചേരേണ്ടത് ക്രിസ്തുവാകുന്ന ദൈവപുത്രനുമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ആയിരിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചതായ ദൈവപുത്രനുമായുള്ള അഭേദ്യമായിട്ടുള്ള ഒരു സംയോജനം, അതാണ് ഈ ക്രിസ്തുമസ് നമുക്ക് വിളിച്ചോതി തരുന്നത്. അതിന് ഈ ക്രിസ്തുമസ് ആഘോഷം ഇടയായി തീരണം പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ആത്മീയതയിൽ അന്വേഷണത്തിന്റെ പ്രസക്തി വെളിവാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത ആത്മീയതയിൽ സാക്ഷ്യ ജീവിതത്തിന്റെ പ്രസക്തി വെളിവാക്കുന്നു. ആത്മീയതയിൽ സാക്ഷ്യ ജീവിതത്തിന്റെ പ്രസക്തി വെളിവാക്കുന്നു. It revealing the relevance of witnessing life in spirituality. It revealing the relevance of witnessing life in spirituality. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഇവിടെ ദൈവവചനത്തിന്റെ ശ്രവണത്തിന്റെ അനന്തരഫലമായി അതിന്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയതായ ആട്ടിടയന്മാർ പൈതലിനെ കണ്ട ശേഷം പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ലഭ്യമായ സാധ്യതകളിലൊക്കെയും ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ആട്ടിടയന്മാർ, ലഭ്യമായ സാധ്യതകളിലൊക്കെയും ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതായ ആട്ടിടയന്മാർ, അത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ഇന്ന ഡിനോമിനേഷൻ എന്നില്ല. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, ക്രിസ്തുവിനെ അനുയായികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ആ ഒരു സാക്ഷ്യ ജീവിതം
നമുക്ക് അനുഭവഭേദ്യമായി തീരുവാനായിട്ട് സാധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ആട്ടിടയന്മാർ ചെയ്തത് എന്താ? അവര് തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിക്കൊണ്ടും മടങ്ങിപ്പോയി. ലോകത്തിന് സമാധാനവും ലോകത്തിന് ശാന്തിയും രക്ഷയും വീണ്ടെടുപ്പും സമ്മാനിക്കുന്ന ക്രിസ്തുവേശുവിനെ കണ്ട് ആട്ടിടയന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. ഒരപ്പത്തിന്റെ അംശികളായ ആരാധന സമൂഹമായ സുവിശേഷത്തിന്റെ കൈമാറ്റക്കാരാകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായ നമ്മുടെ സാക്ഷ്യ ജീവിതം, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയുള്ളതാണ് എന്നോർത്ത് നോക്കുക. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതം കണ്ടുകൊണ്ട് ദൈവത്തെ സാക്ഷിക്കുവാൻ, ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഇടപെടുന്ന ഓരോ വ്യക്തികൾ, നമ്മൾ സമൂഹത്തിലാകട്ടെ, നമ്മുടെ ഭവനങ്ങളിലാകട്ടെ, നമ്മുടെ ദേവാലയങ്ങളിലാകട്ടെ, എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലാകട്ടെ, ഇവിടെയൊക്കെയും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ കൂടെ നമ്മൾ ഭാഗവാക്കാകുമ്പോൾ ഒരു സാക്ഷ്യ ജീവിതം ഈ ഇടയന്മാരെ പോലെ അവര് ക്രിസ്തുവിനെ കണ്ടു, അറിഞ്ഞു, അവരത് സ്തുതിച്ച് സാക്ഷ്യപ്പെടുത്തി മടങ്ങിപ്പോയി. അതുപോലെ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ സാക്ഷ്യ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരണം. താമര എന്ന പുഷ്പത്തെ എല്ലാവർക്കും അറിയാം. ഈ താമര വളരുന്നത് എവിടെയാണ്? നമ്മളെല്ലാം നാട്ടിൽ നിന്ന് വന്നവരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. താമര മിക്കവാറും ഒക്കെ വളരുന്നത് ചെളി നിറഞ്ഞ ചേറിലാണ് താമര വളരുന്നത്. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്നതായ പുഷ്പം അത് വളരെയധികം ശ്രേഷ്ഠമാണ്, വളരെയധികം മനോഹരമാണ്. പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല കാര്യം, അതിലൊക്കെ ഉപരിയായിട്ട് എന്ത് പുറപ്പെടുവിക്കുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. എവിടെയായിരിക്കുന്നു എന്നതിലല്ല, എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, നാം അറിയുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് സാക്ഷിക്കുവാൻ, നമ്മുടെ സമൂഹത്തിന് സാക്ഷിക്കുവാൻ, നമ്മുടെ ഇടവകകൾക്ക് സാക്ഷിക്കുവാൻ, സാക്ഷ്യ ജീവിതമുള്ള ഒരു ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ നേതൃത്വമായി തീരുവാൻ ഈ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്കിടയായി തീരണം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിക്കണം. 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇനിയുമുള്ള ദിവസങ്ങളിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ആട്ടിടയന്മാരെ പോലെ ദൈവവചനം കേട്ട് ദൈവ സാമീപ്യത്തിലേക്ക് അടുത്തു ചെല്ലുവാനും അനുഭവിച്ചറിഞ്ഞതായ ക്രിസ്തുവിനെ സാക്ഷിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ടാമ്പ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തോടുള്ള ഇതിൻ്റെ പ്രസിഡന്റ് അച്ഛൻ, കമ്മിറ്റി മെമ്പേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.